ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് പായസം വെക്കാമെന്ന് വിചാരിച്ച് 2 ദിവസമായിട്ട് ഇങ്ങനെ ഒരു പൂതി. അപ്പോൾ വിചാരിച്ചെന്ന് എന്തായാലും വെക്കണം. ജോലിക്ക് പോകുന്നതുകൊണ്ട് തിരക്കായിരിക്കില്ല. അപ്പം പിന്നെ ഇന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പം ഒരു പേക്ക് പാലാണ് വാങ്ങിച്ചത്. മതിയല്ലോ, 4 പേരേ ഉള്ളൂ. അപ്പം പിന്നെ അത്ര മതി. കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് വെള്ളം ചേർത്തിട്ട് അടുപ്പ് വെച്ച് പതിച്ച് വരുമ്പോൾ അതിൽ പഞ്ചസാരയും ഏലക്കാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാല് പതിച്ചിട്ടുണ്ട്. സേമിയയും സാബുനരിയും കൂടെയാണ് വെക്കുന്നത്. 200 ഗ്രാം വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അത് മതിയല്ലോ. പിന്നെ റോസ്റ്റ് ചെയ്ത് സേമിയ വാങ്ങിച്ചത്. പാല് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വറുത്ത് വെച്ച സേമിയയും സാബുനരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സേമിയയും സാബുനരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കണം. സാബുനരി പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകും നമ്മൾ പാലിൽ ചേരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ സേമിയ പിന്നെ റോസ്റ്റ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വേവുമല്ലോ. സാബുനരി പിന്നെ കുറച്ചൊരു വേവുണ്ടാവും. എന്നാലും ഏകദേശം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പായസം എന്ന് പറഞ്ഞാൽ ഏതായാലും നമുക്ക് ഇഷ്ടമാണ് അല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പം നുള്ള് പൊട്ട് കൊടുത്താണ് അത് പഞ്ചസാര ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇളക്കി ഞാൻ ബാക്കിയുള്ള എടുത്ത് വെച്ച പാൽ അതുകൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ഏകദേശം വെന്ത് ഇതിലേക്ക് നട്ട്സൊക്കെ ഇട്ടിട്ടൊന്ന് റോമിച്ച് കൊടുത്ത് പായസം റെഡി. ടേസ്റ്റുള്ള പായസം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തു.